മീസ് ഐ എം റിയലി സോറി. ഇപ്പോൾ ഞാൻ തേക്കൂക്കിൻ്റെ എപ്പിസോഡ് 3 ഞാൻ അപ്ലോഡ് ചെയ്യാണ്. ആക്ച്വലി ഞാൻ എപ്പിസോഡ്സിൻ്റെ ഇടയിൽ ലാഗ് വരുത്തണം എന്ന് വിചാരിച്ചതല്ല. പക്ഷേ എൻ്റെ എക്സാംസും സ്റ്റഡീസും ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ്. എനിക്കറിയാം നല്ല ലാഗ് വന്നിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാരക്ടേഴ്സിൻ്റെ വോയിസ് ഞാൻ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. എൻ്റെ വോയിസ് ചേഞ്ചർ എനിക്ക് നന്നായിട്ടൊരു പണി തന്നു. ആക്ച്വലി ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത തേക്കിയുടെ സ്റ്റോറിയും അതുപോലെ തേക്കുക്കിൻ്റെ 3 എപ്പിസോഡ്സ് ഞാൻ ഡബ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. എനിക്ക് അറിയാമായിരുന്നു എക്സാംസിൻ്റെ തിരക്കാകുമ്പോൾ ഡബിങ് നടക്കില്ല. അതുപോലെ തന്നെ എൻ്റെ ത്രോട്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പണി തരാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാലും ഡബിങ് നടക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ ഡബ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം നടക്കുമ്പോഴും അതിൻ്റെ ഇടയിലൂടെ എപ്പിസോഡ്സ് അപ്ലോഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഡബ് ചെയ്ത് വെച്ചത്. പക്ഷേ എനിക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ സമയത്തൊന്നും എപ്പിസോഡ്സ് ഇടാതിരുന്നത്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നപ്പോൾ തേക്കിയുടെ സ്റ്റോറി ചെയ്യാനായിട്ട് പോയിട്ട് വോയിസ് എടുത്ത് നോക്കിയപ്പോൾ എനിക്കത് ഒന്നും ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ ആദ്യം തൊട്ട് അത് ഡബ് ചെയ്തിട്ടാണ് ഇട്ടത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ തേക്കുക്കിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഡബ് ചെയ്ത് വെച്ചിരുന്നതെല്ലാം പോയി. പിന്നെ ഞാൻ ആദ്യം തൊട്ട് ഡബ് ചെയ്യാൻ ആ വോയിസ് ചേഞ്ചറിൽ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ വേറെ വോയിസ് ചേഞ്ചറിലാണ് ചെയ്തത്. അതിലെനിക്ക് ആദ്യം ചെയ്തുകൊണ്ടിരുന്ന എല്ലാ സൗണ്ട്സും കിട്ടിയില്ല. അപ്പം ഞാൻ വേറെ സൗണ്ട് വെച്ചിട്ട് പലരുടെയും സൗണ്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇനി ലാഗില്ലാതെ കൊണ്ടുപോയി ഞാൻ മാക്സിമം ശ്രമിക്കാം. പിന്നെ എന്നോടൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുക്കിൻ്റെ സ്റ്റോറി ചെയ്യുമെന്ന്. അത് ഞാൻ എക്സാം കഴിഞ്ഞിട്ട് ചെയ്യാനായിട്ട് വെച്ചതാണ്. ഞാൻ ആ കുട്ടീനോട് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒന്നുകൂടി ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി ആക്ച്വലി എനിക്ക് സാറ്റർഡേസിലും ക്ലാസ് ഉള്ളതുകൊണ്ട് 2 വീക്സ് കൂടുമ്പോഴാണ് എപ്പിസോഡ്സ് ഇടാറ്. അപ്പോൾ ഞാൻ ഈ തേക്കുക്കിൻ്റെ കൂടെ തന്നെ കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു തേക്കുക്കിൻ്റെ എപ്പിസോഡ് വന്നിട്ട് അടുത്ത തേക്കുക്കിൻ്റെ എപ്പിസോഡ് വരണം എന്നുണ്ടെങ്കിൽ 1 മന്ത് ടൈം എടുക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേക്കുക്കിൻ്റെ സ്റ്റോറി തീർന്ന് കഴിഞ്ഞിട്ട് കുക്കിൻ്റെ ചെയ്യാമെന്നാണ്. എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തിട്ട് വേഗം വാ. നിക്ക് ഇത്ര ഷർട്ടൊക്കെ ആർക്കാം? ഇതിനെല്ലാത്തിനും കൂടി പേ ചെയ്യാനുള്ള കാശൊന്നും എൻ്റെ കയ്യിലില്ല. ഞാനൊരു ഷർട്ടേ കളിച്ച് കളഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നീ ഒരെണ്ണം എടുത്താൽ മതി. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. എടുത്തതിൻ്റെ എല്ലാം ക്യാഷ് നീ കൊടുത്തേ പറ്റൂ. ഒരു ഷർട്ടിൻ്റെ ക്യാഷ് ഞാൻ കൊടുക്കും, ബാക്കി വേണമെങ്കിൽ നീ കൊടുത്തോ. ഇനി അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എൻ്റെ ഷർട്ട് കരിച്ചു കളഞ്ഞപ്പോൾ ആലോചിക്കണമായിരുന്നു നീ ഇതൊക്കെ. നീ ഇതെല്ലാം വാങ്ങി തന്നില്ല എന്നുണ്ടെങ്കിൽ നീ കരിച്ച ഷർട്ടുമായിട്ട് ഞാൻ നേരെ മമ്മി അടുത്തേക്ക് പോകും. വേണോ അത്? അതൊന്നും വേണ്ട, ഞാൻ വാങ്ങി തന്നോളാം. അങ്ങനെ വഴിക്ക് വാ. കാലമാട് എൻ്റെ ഈ മാസത്തെ പോക്കറ്റ് മണി മുഴുവനും തീർത്തു. ഇനി ഞാൻ എങ്ങനെ നെക്സ്റ്റ് വീക്കിൽ സിനിമ കാണാൻ പോകും? ഇനി ഈ മാസം പപ്പയുടെ ക്യാഷ് ചോദിക്കാനും പറ്റത്തില്ല. നീ വല്ലതും പറഞ്ഞോ? ഇല്ല, വാ പോവാം. ഇതേതാടാ ഒരു പുതിയ ഷർട്ട്? ഇന്നലെ ഷോപ്പിങ്ങിന് പോയപ്പോൾ നിന്റെ അനിയത്തി വാങ്ങി തന്നതാ. ആര്? കുക്കിയോ? അവളല്ലാതെ നിനക്ക് വേറെ അനിയത്തി ഉണ്ടോ? എന്റെ അറിവിലില്ല. ഇനിയുണ്ടോന്ന് അപ്പനോട് ചോദിച്ചാൽ അറിയായിരിക്കും. അല്ല, അവള് നിനക്കെന്തിനാ ഷർട്ട് വാങ്ങി തന്നെ? രണ്ടുപേരും കൂടി മറ്റുള്ളവരുടെ മുന്നിൽ കീരിയും പാമ്പിനെ പോലെ അഭിനയിച്ചിട്ട് ഇതായിരുന്നല്ലേ അപ്പൊ പരിപാടി? അതൊന്നുമല്ല. ഇന്നലെ അവൾ എന്റെ ഷർട്ട് കരിച്ചു കളഞ്ഞു. അതിന് പകരമായിട്ട് വാങ്ങിച്ചു തന്നതാ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. തീരെയില്ല. ചിമ്മി അവളെ ഭീഷണിപ്പെടുത്തി ഷർട്ട് വാങ്ങി തന്നല്ലേ മമ്മിയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവള് വാങ്ങി തന്നു. എന്തായാലും ഷർട്ട് കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ഇത് മാത്രമല്ല, ഇതുപോലെ കുറെ ഞാൻ അവളെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടുണ്ട്. കൊറേയോ? അതെങ്ങനെ? ചിമ്മി ഭീഷണിപ്പെടുത്തിയ പോലെ ഞാനും ഭീഷണിപ്പെടുത്തി. എന്റെ ഷർട്ട് കരിച്ചു കളഞ്ഞതിന് പകരം പുതിയൊന്ന് വാങ്ങി തന്നു വെച്ചിട്ട് എനിക്ക് അവളെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? അവളുടെ പോക്കറ്റ് മണി മൊത്തം തീർത്തു കൊടുത്തിട്ടുണ്ട്. എടാ ജൂണെ, എഴുന്നേക്കടാ. സമയം എത്രയെന്ന് നിന്റെ വിചാരം? ഞാൻ കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ. പാതിരാത്രി വരെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കും. എന്നിട്ട് രാവിലെ കോളേജിൽ പോകാൻ വിളിക്കുമ്പോഴോ കുറച്ചുകൂടി ഉറങ്ങട്ടെ എന്നോ? മര്യാദക്ക് എഴുന്നേറ്റോ നീ, അല്ലെങ്കിൽ തലേ വെള്ളം കുരി ഒഴിക്കും. വേണ്ട, ഞാൻ എഴുന്നേറ്റു. ജിന്നെ, ഇന്നെന്താ കഴിക്കാനുള്ള? പുട്ട്. ഇന്നും പുട്ടോ? നിനക്ക് വേറൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലേ? പിന്നെ നിനക്കെന്ന് രാവിലെ വെച്ചുളമ്പി തരാൻ ഞാനാരാ? നിന്റെ കെട്ടിയോളോ? കെട്ടിയോളാവണ്ട, പക്ഷേ കെട്ടിയോനാവാലോ. എനിക്കതിൽ വിരോധമൊന്നുമില്ല. കെട്ടിയോനാവാൻ വന്നിരിക്കുന്നവൻ വേണേ തിന്നിട്ട് എഴുന്നേറ്റ് പോടാ. ഹോബി, നീ എന്താ ഇച്ചായം വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞേ? അവിടെ കിടന്ന് വിളിക്കട്ടെ. ഇനി ആ കാടുകൂടെ പോയി ഞാൻ ഇരിക്കില്ല. കോൾ എടുക്കാതിരിക്കാനും മാത്രം എന്താ ഉണ്ടായേ?
എന്താ ഉണ്ടായെന്നോ? ഇന്നലെ രാവിലെ ഞാൻ കോൾ വിളിച്ചപ്പോൾ അവൻ പറയുക, എടി എനിക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്, അതുകൊണ്ട് ഞാൻ പിന്നെ വിളിക്കാമെന്ന്. അതെങ്ങനെയാ? കോഴിസാറിന്റെ നൈറ്റ് ഡ്യൂട്ടി അല്ലേ, അപ്പൊ പിന്നെ എങ്ങനെ ഉറക്കം വരാതിരിക്കും? കണ്ടോൾമാരോടൊക്കെ ചാറ്റി ഇരുന്നിട്ട് ഉറക്കക്ഷീണമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും പറയാനുള്ളതൊക്കെ നീ അങ്ങ് നേരിട്ട് പറഞ്ഞു. ഇച്ചായൻ വന്നിട്ടുണ്ട്. ഇച്ചായൻ വന്നോ? ആ, വന്നിട്ടുണ്ട്. ഇച്ചായന്റെ പ്രിയതമ്മ കോൾ എടുത്തില്ലെങ്കിൽ പിന്നെ അവിടെ ഇരിക്കപ്പുറത്തേ ഉണ്ടാവില്ലല്ലോ. വന്നോന്ന് പറഞ്ഞിട്ട് ഇച്ചായൻ എന്തിയെ? ക്യാൻറ്റീനിലുണ്ടാവും. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഹോബി, നീ എന്താ ഞാൻ വിളിച്ചിട്ട് കോൾ എടുക്കാഞ്ഞേ? എടുക്കാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. ചിന്നി, കണ്ട കോഴികളോടൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. വാ, നമുക്ക് പോവാം. അങ്ങനെ നീ പോവണ്ട. എൻ്റെ ഇച്ചായനായിട്ടുള്ള പ്രശ്നം സോൾവ് ആക്കിയിട്ട് പോയാൽ മതി. വേണേല് ഞങ്ങൾ മാറി തരാം. ചിന്നി, വാ. ഹോബി, എന്താ? എടി ഞാനിന്നലെ അങ്ങനെ പറഞ്ഞത്. വേണ്ട, എനിക്കറിയാം. കണ്ട പെമ്പിള്ളേരെല്ലാം ചാറ്റി ഇരുന്നോണ്ടല്ലേ. അല്ല, ഇന്നലെ എനിക്ക് ഓഫീസിൽ കുറച്ച് വർക്ക് കൂടുതലുണ്ടായിരുന്നു, അതാ. ശരിക്കും? അതേ, നീയാണ് നമുക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികളാണ് സത്യം. കുട്ടികളോ? അത് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. അത് പിന്നെ ഒരു ദിവസം നമ്മുടെ കല്യാണം കഴിയുമല്ലോ, അപ്പൊ എന്തായാലും കുട്ടികളുണ്ടാവുമല്ലോ. ഓ അങ്ങനെ. നീ എന്തായാലും വാ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. അപ്പൊ ക്ലാസ്സോ? ഒരു ദിവസം ക്ലാസ്സിൽ കയറില്ലെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.